ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് നമ്മൾ സെമി ഫൈനൽ കാണാൻ പോവാണ്. എങ്ങോട്ട്? US-ലേക്കോ? തൊട്ടടുത്തുള്ള ഫ്രണ്ടിന്റെ വീട്ടിലേക്ക്. സാധാരണ നമ്മൾ വീട്ടിലിരുന്നാട്ടാ കാണാറ്. അപ്പൊ ഇപ്രാവശ്യം സെമി ഒക്കെ അല്ലേ, നമ്മൾക്ക് ഇങ്ങനെ എല്ലാ ഫ്രണ്ട്സും കൂടി ഒക്കെ ഇരുന്ന് കാണാമെന്ന് വിചാരിച്ചു. നമുക്ക് ഡ്രസ് കോഡൊക്കെ ഉണ്ട്. ഒന്നെങ്കിൽ അർജന്റീന ജേഴ്സി ഇടാം, അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ഇടാം. രണ്ടും ഇല്ലെങ്കിൽ ഈ ബിജോയേട്ടനും ഇവിടെ നെയ്ത്തും ഒക്കെ ഇട്ടിക്കണ പോലെ എന്തെങ്കിലും ഒരു ബ്ലൂ ഇടാം. അവർക്കൊന്നുമില്ല, എനിക്ക് മാത്രമേ ജേഴ്സി ഉള്ളൂ. ആക്ച്വലി ഇത് ബിജോയേട്ടൻ്റെ ജേഴ്സിയാ. ഈ ജേഴ്സിയുടെ കാര്യം പറഞ്ഞപ്പോഴേ 2022 ബിജോയേട്ടൻ്റെ ഓഫീസിൽ ഒരു ഇങ്ങനെ ഈ ഫുട്ബോളിന്റെ സമയത്ത് ഒരു ബെറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫസ്റ്റ് പ്രൈസ് ബിജോയേട്ടനായിരുന്നു കിട്ടിയത്. ബിജോയേട്ടൻ പറഞ്ഞതായിരുന്നു അന്ന്. മീൻസ് ഇങ്ങനെ അവരിങ്ങനെ ബെറ്റ് വെച്ച് വരും. ഈ ക്യാഷിനൊന്നല്ല, ചുമ്മാ അവരുടെ ഓഫീസിലുള്ള ഈ കൊളീഗ്സ് എല്ലാവരും കൂടി ഈ ടീമിന് ഇപ്പൊ സെമിയിൽ ആരാ ജയിക്കുക, ക്വാർട്ടറിൽ ആരാ ജയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരാൾ വിന്നാവും, പോയിന്റ് കൂട്ടിയിട്ട്. അത് ബിജോയേട്ടനായിരുന്നു വിന്നായത്. അപ്പൊ അവർക്ക് കിട്ടിയ പ്രൈസാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരു ടീമിന്റെ ജേഴ്സിയും പിന്നെ ഒരു ആപ്പിൾ വാച്ചും. ഭയങ്കര സെറ്റപ്പ് പ്രൈസ് ആയിരുന്നു. ആപ്പിൾ വാച്ച് ബിജോയേട്ടൻ എടുത്തു, ജേഴ്സി എനിക്ക് തന്നു. അപ്പൊ ഞങ്ങൾ ഇതേ ജേഴ്സി ഒക്കെ ഇട്ടിട്ടാ ഫ്രണ്ടിന്റെ അവിടേക്ക് പോണത്. ജേഴ്സി ഒക്കെ ഇട്ട് കണ്ടപ്പോൾ ഞാനൊരു അർജന്റീന ഫാൻ ആണെന്ന് തെറ്റിദ്ധരിച്ചെങ്കിൽ പകുതി ശരിയാണ്. 2022 വരെ ഞാനൊരു അർജന്റീന ഫാൻ ഗേൾ ആയിരുന്നു. പിന്നെ ഒരു വട്ടം 2022 അവർക്ക് കിട്ടിയില്ലേ, ഞാൻ കിട്ടാത്തവരുടെ കൂടെയാണ്. അത് കാരണം ചെറുതായിട്ടൊന്ന് ഞാൻ മാറി. എനിക്ക് ഇപ്പൊ ആർക്ക് കിട്ടിയാലും കുഴപ്പമില്ലാന്നായി. വാട്ട് എ ഗേൾ. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മുടെ സ്വീഡൻ ഉണ്ടെങ്കിൽ നമ്മൾ സ്വീഡന്റെ കൂടെ ആയിരുന്നു. പക്ഷെ അവർ തുടക്കത്തിലേ പോയി. അത് കാരണം പിന്നെ ആ ഒരു കൺഫ്യൂഷന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അർജന്റീന ജേഴ്സി ഇട്ട് വേറെ ഏതോ ടീമിന് ജയ് വിളിക്കാനാണ് ഞാൻ പോണത്. നേതുവിന്റെ ഡ്രസ്സുമ്മേ ഒരു ഫുട്ബോൾ ഉണ്ട്. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവനോട് നിക്കാൻ പറഞ്ഞിട്ട് നിക്കണില്ല. കീ കൊടുത്ത പോലെ പോവാ. നീ ഇത് കിട്ടൂ. ചൊല്ലൊലില്ലാത്ത ക്ലാവ്. ആ ചേച്ചി നൈനും അവിടെ ഇരുന്ന് ഊഞ്ഞാലാടുണ്ട്. ഡാ ഒന്ന് നോക്കടാ. ആരത് ഊഞ്ഞാലും ഇരിക്കണാ? എന്നാ വായോ, വാ. 1 2 ഒരു മിനിറ്റ് ഡാ. ചിരിക്കടേന്ന് കൊള്ളാലോ. രണ്ടുപേരും അപ്പുറം ഇരുന്ന് ആടുന്നു. അപ്പോൾ നമ്മൾ ഈ സെമി ഫൈനൽ കാണാൻ പോയത് കാർത്തികേന്റെയും അതുലിന്റെ വീട്ടിലേക്കായിരുന്നു. വാച്ച് പാർട്ടി എന്നാണ് അവർ ഈ സെമി ഫൈനലിന് ഇട്ടിരിക്കുന്ന പേര്. അവരുടെ വീട് അടിപൊളിയായിട്ട് ഒരു ഫുട്ബോൾ തീമിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദേ ഫുള്ള് ഇങ്ങനെ ഫ്ലാഗ് ഒക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ വാമോസ് അർജന്റീന, ഇറ്റ്സ് കമ്മിങ് ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറേ പേപ്പർ കട്ടിങ്സ് അർജന്റീനയുടെയും ഇംഗ്ലണ്ടിനും ഉണ്ടായിരുന്നു. പിന്നെ ദേ ഈ സൈഡിൽ നമ്മുടെ സ്വന്തം നൈനുമല്ല, അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ സ്വന്തം സ്വീഡൻ്റെ ജേഴ്സി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുള്ള് അവർ വീട് അലങ്കോലമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചുമ്മാ പറഞ്ഞാട്ടാ, അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ഫുട്ബോൾ തീം ഉണ്ടായിരുന്നു നമുക്ക് അവിടെ ചെന്നപ്പോൾ. മേക്ക് യുവർ ഓൺ ബർഗർ എന്നായിരുന്നു നമ്മുടെ ഹോസ്റ്റിൻ്റെ മുഖമുദ്ര. അപ്പം സ്വന്തമായി ബർഗർ ഉണ്ടാക്കി തട്ടുക. ദേബി ജോയേട്ടൻ അതിൽ എക്സ്പേർട്ടാന്ന് തോന്നുന്നുണ്ട്. എന്തൊക്കെയോ വെച്ച് നമ്മുടെ ബർഗർ സെറ്റ് ചെയ്യുന്നുണ്ട്. വാവ്, കൊള്ളാലോ. ഇതൊരു പ്രൊഫഷണലാക്കി എടുത്താലോ എന്ന് നമ്മളിപ്പോൾ ആലോചിക്കുന്നുണ്ട്. വേറൊരു സൈഡിൽ ബർഗർ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് കഴിച്ചു തുടങ്ങി. മറ്റൊരു സൈഡിൽ ഫുള്ള് ബിസിയാണ്. അവർ ബർഗറിൻ്റെ പ്രാരംഭഘട്ടത്തിലെത്തിയിട്ടേ ഉള്ളൂ. അവർക്ക് ഒരു മുഴുവൻ ബർഗറിലേക്ക് ഇനിയും ദൂരം ഏറെയാണ്. സോ അവരവിടെ ബർഗർ ഉണ്ടാക്കിക്കോട്ടെ, നമുക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട. പിന്നെയുള്ള ആകെ ഞാൻ. ആരും ഉണ്ടാക്കിയ ബർഗർ ഒരു കുഴപ്പമില്ലാണ്ട് വിദൂരതയിലേക്ക് നോക്കി തട്ടുന്നു. അപ്പോൾ നമ്മുടെ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അവിടെ ചെറിയൊരു ഗെയിം പോലെ ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ആരാണ് ആദ്യം ഗോൾ അടിക്കുന്നത്, എത്രയായിരിക്കും 90 മിനിറ്റ്സിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ജസ്റ്റ് അവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബഹളമാണ് അവിടെ കാണുന്നത്. ഇംഗ്ലണ്ടാണോ? പ്ലെയറുടെ പേര് ഡേവിഡ് ബെക്കാം. ഞാൻ പറഞ്ഞുതരാം.
കിട്ടിയാലേ ഫസ്റ്റ് കിട്ടുള്ളൂ. ഈ 1-0 ഇംഗ്ലണ്ട് 1-0. വിജയ് ഏതാ? വിജയ് 2-0 ഇംഗ്ലണ്ട്. വലിയ കാര്യത്തിൽ എഴുതുണ്ടല്ലോ പരീക്ഷയെ പോലെ. എന്താണ്? അർജന്റീന. ആരാ? കെയ്നാണ് ഫസ്റ്റ്. അർജന്റീനയില് കേനോ? ഫസ്റ്റ് ഗോൾ അടിക്കും. പിന്നെ അർജന്റീന ഇതിപ്പോ വലിയ കഷ്ടമായല്ലോ. It's as tight as that, all over the pitch. പോയിട്ട് ടർക്കി വായിച്ചൊന്നും എഴുതി വായിച്ചു. All you're looking to do as a player in these much the closing seconds മാറ്റിക്കോ. of the first half here in Atlanta. Second semi-final. നെയ്തു കുഞ്ഞ് അവിടെ ചെന്നപ്പോൾ തൊട്ടൊരു ഹാഫ് നേക്കഡിലാണ് നടക്കണത്. ചെന്നപ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് മേലക്കോടെ ഒഴിച്ചു. നല്ല സുഖം കിട്ടിയെന്ന് തോന്നുന്നു. നല്ല സമ്മറല്ലേ, അപ്പം അത് കാരണം ഈ ഹാഫ് നേക്കഡ് അവന് നല്ലതായി ഇഷ്ടപ്പെട്ടു. ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് അവന് വേണ്ട. എന്ത് ഫുട്ബോളാണെങ്കിലും ഫുഡടി മുഖ്യം ബിഗിലേ എന്ന് പറയണ പോലെയാണ്. ഞങ്ങൾ ഈ ഫുഡടി സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. പിന്നെ ഇംഗ്ലണ്ട് ഗോൾ അടിച്ചപ്പോൾ അവിടെ ഒരു അനക്കം ഉണ്ടായിരുന്നില്ല. കാരണം ഞാനും കൗതും മാത്രമേ ഇംഗ്ലണ്ടിനെ സപ്പോർട്ട് ചെയ്യാണ്ടായിരുന്നുള്ളൂ. തോക്കുമെന്ന് വിചാരിച്ച അർജൻറ്റീന ഗോൾ അടിച്ചപ്പോൾ അവിടെ ഒരു ഭൂകമ്പം തന്നെയായിരുന്നു. പിന്നെ എല്ലാവരും അർജൻറ്റീന ഫാൻസാണ്. പിന്നെ അവരുടെ ആഘോഷ നിമിഷങ്ങളായിരുന്നു. ഞാനതേ എവിടെ നിന്നൊക്കെയോ വന്ന് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്. അവൾ ഡാൻസ് ചെയ്ത് ആഘോഷിക്കുന്നു. ഭയങ്കര ഡാൻസാണല്ലോ. പിന്നെ നമ്മൾ മാച്ചിന് മുന്നേ ഒരു ഗെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാണ് ഗോൾ അടിക്കുക, എത്ര ഗോൾ അടിക്കുമെന്ന്. അപ്പോൾ അതിൽ വിന്നായത് ഷമീർ ചേട്ടനും കാർത്തികയാണ്. അപ്പോൾ അവർക്ക് കൈ നിറച്ച് ഗോൾഡ് കോയിൻസ് ആണ് കൊടുത്തത്. ദേ ആർ സോ റിച്ച്. അർജന്റീന ജയിച്ചിട്ട് വല്ല ഇംഗ്ലണ്ട് ഫാൻ വരുമോ? ഇത് എന്താ ആൾക്കാരത്? അപ്പോൾ നമ്മൾ ഇന്നലെ സെമി ഫൈനലൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നപ്പോഴേക്കും 12:30 ആയി. നേരെ കിടന്നുറങ്ങി. ദേ ഇപ്പം എഴുന്നേറ്റേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ അർജന്റീന ഫൈനൽ കയറി അല്ലേ. പോയപ്പോൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞ് എന്നല്ലേ വിചാരിക്കണേ. ആരെങ്കിലും അർജന്റീനയുടെ ജേഴ്സി ഇട്ട് പോയിട്ട് ഇംഗ്ലണ്ടിനെ സപ്പോർട്ട് ചെയ്യോ? ഷോ മണ്ടന്മാര്. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് വിശ്വസിച്ചു. അപ്പം ഇനി വാമോസ് അർജന്റീന. അപ്പം നമുക്കിനി ഫൈനലിൽ കാണാം. ഫൈനലിൽ ഞാൻ ആ പണ്ടത്തെ ശങ്കരൻ സ്റ്റിൽ ഓൺ ദി കോക്കനട്ട് ട്രീ പോലെ സ്പെയിൻ ആണെങ്കിലും അർജന്റീന ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ജേഴ്സി അർജന്റീന ആയ കാരണം ഭാഗ്യം അവസാനം വരെ ജേഴ്സി ഇട്ട് നമുക്ക് ഫുട്ബോൾ കാണാം. അപ്പോൾ നമുക്ക് ഫൈനൽ കാണാം.